അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 5. ചോദ്യം എടുത്തിരിക്കുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അവിടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അഥവാ ലിനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലിനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽ വിൽ ലീഡ് ടു ഫോർമേഷൻ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഇൻ ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾ എന്നാണ് ചോദ്യം. ഇഫ് യു ആർ കൺസിഡറിംഗ് Z ആക്സിസ് ആസ് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ്. സി, രണ്ട് ഓർബിറ്റലുകൾ ലിനിയർ കോമ്പിനേഷനിലൂടെ കമ്പൈൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ ഒന്ന് അവരുടെ എനർജി സെയിം ആയിരിക്കണം, രണ്ട് അവരുടെ സിമ്മട്രി സെയിം ആയിരിക്കണം. അപ്പൊ 2pz ഉം 2px ഡിഫറെന്റ് സിമ്മട്രിയാണ്, അത് പോസിബിൾ അല്ല. 2s ഉം 2px ഡിഫറെന്റ് സിമ്മട്രിയാണ്, ഡിഫറെന്റ് എനർജിയാണ്, അത് പോസിബിൾ അല്ല. 3dxy ഉം 3dx² - y² സിമ്മട്രി ഡിഫറെന്റ് ആണ്. 2pz ഉം 3dx² - y² എനർജിയും സിമ്മട്രിയും ഡിഫറെന്റ് ആണ്. 2s ഉം 2pz മക്കളെ ആൾമോസ്റ്റ് ഒരേ എനർജിയാണ്, കമ്പയറബിൾ എനർജിയാണെന്ന് പറയാവുന്നവരാണ്. Z ആക്സിസിനെ നമ്മൾ ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ കമ്പയറബിൾ എനർജിയാണ്, പ്ലസ് സിമ്മട്രി കൂടി ഇവിടെ ആൾമോസ്റ്റ് സെയിം സിമ്മട്രിയാണ്. റെഡി? യെസ്. അതുകൊണ്ട് തന്നെ 2s 2pz ഓർബിറ്റലുകൾക്ക് എന്ത് ഫോം ചെയ്യാൻ കഴിയും? ലിനിയർ കോമ്പിനേഷനിലൂടെ മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യാൻ കഴിയും. Therefore, the right answer is D only is the right answer. Option 3 is the right answer. D only.